ടോപ്പ് ഹെഡ്ലൈൻസിലേക്ക്. ഉത്തരകാശി ധരാലിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ രക്ഷാദൌത്യം രണ്ടാം ദിവസവും തുടരുന്നു. വെല്ലുവിളി ഉയർത്തി പ്രതികൂല കാലാവസ്ഥ. മണ്ണിനും കെട്ടിടാവശിഷ്ടങ്ങൾക്കും ഇടയിൽ കുടുങ്ങിക്കിടക്കുന്നത് 100ഓളം പേർ. പരിശോധനകൾക്കായി കടാവർ നായ്ക്കളെ ദുരന്തമുഖത്തെത്തിക്കും. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന ആശങ്ക. പ്രളയത്തിൽ കുടുങ്ങിയ മലയാളി സംഘത്തെ എയർലിഫ്റ്റ് ചെയ്തേക്കും. 28 അംഗ സംഘം നിലവിൽ ഗംഗോത്രിക്കടുത്തെ ക്യാമ്പിൽ. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നു. മഴ മുന്നറിയിപ്പുള്ളത് 4 ജില്ലകളിൽ മാത്രം. യെല്ലോ അലർട്ട് കണ്ണൂർ, കാസർഗോഡ്, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ. അശ്ലീല സിനിമകളിലൂടെ പണം സമ്പാദിച്ചെന്ന് കാണിച്ച് എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നിയമ നടപടിയുമായി ശ്വേത മേനോൻ. എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഉടൻ ഹൈക്കോടതിയെ സമീപിക്കും. പരാതിയും കേസും ഗൂഢലക്ഷ്യത്തോടെയെന്ന വാദം. കേസ് അമ്മ സംഘടനയുടെ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കും. ആലപ്പുഴ ചേർത്തലയിലെ തിരോധാന കേസുകളിൽ അന്വേഷണം തുടർന്ന ക്രൈംബ്രാഞ്ച്. പ്രതി സെബാസ്റ്റ്യന്റെ സഹായികളെയും സുഹൃത്തുക്കളെയും കേന്ദ്രീകരിച്ച് അന്വേഷണം. ഇന്നലെ ചോദ്യം ചെയ്ത റോസമ്മയും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു സുഹൃത്തും നിരീക്ഷണത്തിൽ. സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഇന്ത്യക്ക് മേലുള്ള തീരുവ ഇരട്ടിയാക്കിയ അമേരിക്കയുടെ നടപടി ദൗർഭാഗ്യകരമെന്ന് ഇന്ത്യ. രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം. ആദ്യം പ്രഖ്യാപിച്ച 25% തീരുവ പ്രഖ്യാപനം വരുന്നത് ഇന്ന്. അമേരിക്കയിലെ ജോർജിയയിൽ സൈനിക കേന്ദ്രത്തിലുണ്ടായ വെടിവയ്പിൽ 5 സൈനികർക്ക് പരിക്ക്. വെടിവയ്പുണ്ടായത് ഫോർട്ട് സ്റ്റുവർട്ട് സൈനിക പരിശീലന കേന്ദ്രത്തിൽ. വെടിവെച്ചത് ക്യാമ്പിലെ തന്നെ ഉദ്യോഗസ്ഥരായ സർജന്റ് കോർണീലിയസ് റാഡ്ഫോർഡ്. ആക്രമണ കാരണം വ്യക്തമല്ല. പരിക്കേറ്റ 5 സൈനികരുടെയും നില തൃപ്തികരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രേക്ഷകർ കണ്ടത്.